ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് 16ാമത്തെ നോമ്പായില്ലേ. ഇന്ന് ഞാൻ നോമ്പൊക്കെ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ നിൽക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ നോമ്പുത്തോടെ നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ എന്തൊക്കെയാണ് നോക്കാം. പിന്നെ അതേ നമ്മുടെ അയാമോൻ ഇത് എവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കണ്ടോ. ഫുൾ നോമ്പ് എടുത്തതാണ് കേട്ടോ. ആൾ ഇപ്പോൾ ക്ഷീണം ആൾക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്കതൊക്കെ ഐറ്റംസുകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ നോമ്പുത്രൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കണ്ടിരിക്കാമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾ സമൂസ ഉണ്ടായിരുന്നു, പിന്നെ പൊക്കവട ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് ആയിട്ടാണെങ്കിലോ നമ്മുടെ ഓറഞ്ച്, പിന്നെ പൈനാപ്പിൾ, മുന്തിരി, പിന്നെ ചക്കര മത്തേന്. ഇതാണ് നമ്മുടെ നോമ്പുത്തരൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഫ്രൂട്ട്സൊക്കെ നമ്മളിതേ കിച്ചണിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ നോമ്പ് തുറക്കാൻ ടൈം ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മളവിടെ സെറ്റാക്കി മൂടിയൊക്കെയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ മക്കളൊക്കെ സൈക്കിളോട്ടം തിരക്കിലാണ്. പിന്നെ അയറമോൾക്ക് ഇതേ മരുന്ന് കൊടുക്കുകയാണ്. എല്ലാ മക്കൾക്കും എന്നും അസുഖമാണ്, എന്താ പറയുക, ചുമയും കഫക്കെട്ട് പനി എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മരുന്നൊക്കെ കൊടുത്തു. ഫൗസിക്കാണെങ്കിൽ ഇത് വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര കുറവ്, ആദ്യമായിട്ട് വീഡിയോക്ക് മുന്നിൽ നിൽക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എടുത്താൽ കുറവ് മാറണമല്ലോ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ അതേ ഉള്ള വീഡിയോസൊക്കെ എടുത്തു. പിന്നെന്താ നമ്മൾ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടേബിളിൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് എല്ലാ ഐറ്റംസും സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊരിക്കടി, ഫ്രൂട്ട്സ്, ജ്യൂസ്, വെള്ളം, അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നോമ്പ് തുറക്കാൻ ആരൊക്കെ വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ വേറെ ആരുമല്ല ഇന്നുള്ളത് ഇതേ എൻ്റെ വല്യമ്മയും എൻ്റെ മാമനും മാമിയുമാണ് കേട്ടോ. അപ്പോൾ അവരെ കൂടെയാണ് ഞാൻ നോമ്പ് തുറക്കാൻ മാഷാഅല്ലാ എനിക്കും പറ്റി. പിന്നെ എന്താ നമ്മളെ ഫുഡ് ഇവിടെ റെഡിയാണ്, നമ്മൾ പാർസൽ മേടിച്ചാണ് കേട്ടോ. പിന്നെന്താണ്, പിന്നെ അതായത് നമ്മുടെ മക്കളൊക്കെ നല്ല നോമ്പ് തുറക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എൻ്റെ വലിയ വലിയ മക്കളെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവർ ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണമല്ല ഫ്രൂട്ട്സും പൊരിക്കടിയൊക്കെ കഴിക്കണം, അവർ കഴിക്കണം നോക്കി നിൽക്കുകയാണ്. പിന്നെ അതാ മാമനും സിറാജും നല്ല സംസാരത്തിലായിരുന്നു. മാമിയാണെങ്കിൽ അന്നേ വിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശമായി. അപ്പോൾ എല്ലാവരും ഇത് അകത്തോട്ട് വന്ന് മക്കളെ കൊണ്ട് കഴിക്കേണ്ട, കാരണം അവർക്ക് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു ഇതിലാണ് നിന്ന് പോയിക്കോളും. പിന്നെ നമുക്കും തന്നെ നല്ലപോലെ ടേബിളിൽ ഇരിക്കാമല്ലോ. അപ്പോൾ അവരെ കഴിച്ച് അവർക്കും വിശപ്പ് കിടും. അപ്പോൾ അങ്ങനെ തന്നെ പിന്നെ അതേ ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബാങ്ക് കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ ഞാൻ പറയില്ല, നോമ്പ് തുറക്കാൻ വലിയ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് സ്പെഷ്യൽ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. യുവനേച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര കുറവ് കേട്ടോ, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ. അപ്പോൾ ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. കുറേ കഴിഞ്ഞപ്പോൾ ആളെ മടിയൊക്കെ ഒന്ന് മാറി, പിന്നെയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോമ്പുത്തറൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മൾ ടേബിളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ നിസ്കരിക്കാൻ പോകുന്നു. നിസ്കാരം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം എന്ത് ചെയ്തു, നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. സാണല്ലോ അതൊക്കെ അല്ലേ, ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക. പിന്നെന്താ നമ്മൾ ഫുഡ് ഇവിടെ വിളമ്പാൻ പോവുകയാണ്. അപ്പോൾ ഫുഡിൻ്റെ കൂടെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഇതുണ്ടല്ലോ സംഭവം, അതും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ മന്തി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ല അടിപൊളി മന്തി തന്നെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്തു. ഇപ്പോൾ അത് കഴിക്കാൻ പോവുകയാണ്. അത് കഴിച്ചിട്ട് വേണം എല്ലാവർക്കും ത്രാവിക്കൊക്കെ പോകാൻ. അപ്പോൾ നമ്മൾ നേരത്തെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. പരിപാടി എന്ന് പറയുന്നത് ഈ ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ നേരമൊന്നും വീഡിയോസ് എടുക്കുന്നില്ല ഫുഡ് കഴിക്കുന്നത്, കാരണം ഞാൻ വീഡിയോ എടുക്കായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മന്തിയാണല്ലോ നമ്മുടെ മുന്നിലിരിക്കുന്നത്. പിന്നെ നോക്കില്ല, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം അതേ പിന്നെ ഞാനും രോണിയേച്ചും ഇത് വർത്താനം പറയുന്നു. പൈസൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് രോണിയേച്ചി. അതിൻ്റെ ഇടയിൽ നമ്മുടെ മക്കളിത് സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ട് കേട്ടോ. തിന്ന ഭക്ഷണം ഇരുന്നിരിപ്പിൽ തന്നെ ദയിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അവർ. അത് കഴിഞ്ഞ് പിന്നെ അത് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ 16ാമത്തെ നോമ്പ് നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും എനിക്കും ഈ നോമ്പ് തുറയിൽ പങ്കെടുക്കാൻ പറ്റി, ഇൻഷാ അല്ലാ. പിന്നെ അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട. ബൈ, സീ യു.